വിജയദശമി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടുവിട്ടാ. നമ്മളെ പാൽക്കുള അമ്പലത്തിലേക്കാണ് പോയി. എന്താ വ്യൂ അല്ലേ, ഒരു മലമുകളിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല ആളുണ്ടായിന് കേട്ടോ. അവിടെ ഒരു വില്ലച്ചനാണെങ്കിൽ ആരോ കാര്യമായിട്ട് തപ്പുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേരിലെത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാം ഭയങ്കര ഭക്തിമാർഗത്തിലാണ് കേട്ടോ. വട്ടത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് നിഷ്കളങ്കന്മാരെ കയ്യിലിരിപ്പ്. പിന്നെ എനിക്കെല്ലാം അറിയോ, അപ്പോഴാണ് കേട്ടോ കണ്ടത് ഷോർട്സ് എല്ലാം ഇട്ടിട്ട് ഒരു ടീം വന്നിട്ടാ. അത് കളിക്കാൻ പോയിട്ട് കേരളോത്സവത്തിന് കളിക്കാൻ പോയിട്ട് തോറ്റിട്ട് വരുന്നതാണ്. വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചാലേ തടിക്ക് പിടിക്കും. അങ്ങനെ ഞാൻ എങ്ങനെയല്ല ഉന്തിത്തള്ളിയല്ല അങ്ങനെ അധ്വാനിച്ച് ഉള്ളിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു കൂട്ടാ. പൈപ്പൊന്നും ഉണ്ടായിട്ട് കഴിച്ചു. പിന്നെ ഇതെല്ലാം ഒരു വൈപ്പല്ലേ. പിന്നെ ആടുന്ന് നേരെ ബോയിക്കാനും പോകാനുണ്ടായിട്ട് അങ്ങനെ പോന്ന വൈക്കാന്നിട്ട് ഇങ്ങനെ ഒരു വ്യൂ കണ്ടത്. എന്ത് വൈപ്പ് അറിയോ നേരിട്ട് കാണുമ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്ന് 2-3 മാസമല്ല മാറി എന്നാൽ നമ്മുടെ നാട്ടിന്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ കിട്ടും. അങ്ങനെ നമ്മളെ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ വീട്ടിലേക്കാന്ന് വന്നിട്ടാ. അവിടെ ഒരു ഹോം തിയേറ്റർ പോലെ തന്നെ ഉണ്ട് കേട്ടോ, ബോക്സ് എല്ലാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടായ ചേച്ചിയുടെ കല്യാണ ആൽബം എടുത്ത് നോക്കിയിട്ടാ. ഫ്രണ്ട്സിൽ ജയറാം ഇരിക്കുന്നതാണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത് ഇങ്ങനെയെല്ലാം ആവുമല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നവാസിച്ചാൻ്റെ ചർമുറ് സ്പോട്ടിലേക്ക് പോയി. അടിപൊളി ചർമുറുമാണ്. എന്തായാലും വിസിറ്റ് ചെയ്ത് കഴിച്ചു നോക്കണം. അപ്പൊ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ശരിയെന്നാ.